നമ്മൾ ഏതൊരു ഫീൽഡിൽ നിന്നാലും ഓരോ പണികളൊക്കെ എപ്പോഴായാലും വരും അല്ലേ. അപ്പോൾ അതിനൊക്കെ എനിക്ക് 8ന്റെ പണി കിട്ടിയ ഒരു കഥയാണ് കേട്ടോ ഈ പറയുന്നത്. എനിക്ക് മിക്കവാറും ഒക്കെ ഓർഡർ തരുന്ന ഒരു കസ്റ്റമറാണ് കേട്ടോ. അപ്പോൾ പുള്ളിക്കാരൻ്റെ വൈഫിന് വേണ്ടിയിട്ടായിരിക്കും എപ്പോഴും മെയിനായിട്ട് എൻ്റെ ഇതിനൊക്കെയുള്ള ഡിസൈൻ കേക്ക്സ് ഒക്കെ മേടിക്കുന്നത്. അപ്പോൾ ലാസ്റ്റ് ഇയർ ഞാൻ ഇതേപോലെ ചെയ്തിട്ടുണ്ട് വൈഫിന് വേണ്ടിയിട്ട്. അങ്ങനെ ഈ വർഷം നമുക്ക് തന്നെയാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഒരു കലണ്ടർ മോഡൽ വേണം. ഒരു കലണ്ടർ മോഡൽ എനിക്ക് കാണിച്ചായിരുന്നു കേട്ടോ. അത് ഇതേപോലെ ആയിരുന്നു. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞ് ഈ ഒരു റൈറ്റിങ്സ് നമുക്ക് കിട്ടില്ല, അല്ലാതെ നമ്മൾ റൈറ്റ് ചെയ്യുന്ന കണക്കായിരിക്കും എന്ന് പറഞ്ഞ്. പുള്ളിക്കാരൻ ഓക്കെ പറഞ്ഞു. പക്ഷേ പുള്ളിക്കാരൻ കറക്റ്റായിട്ട് പിടിയിട്ടില്ല എന്നുള്ളത് പിന്നീട് എനിക്ക് ഈ ഒരു ഫോട്ടോ ചെയ്തതിന് ശേഷം ഇട്ട് കൊടുത്തപ്പോഴാണ് മനസ്സിലായത് കേട്ടോ. അപ്പോൾ പുള്ളിക്കാരൻ ഈ ഒരു ഫോട്ടോ ഞാൻ ചെയ്തപ്പോൾ ഇട്ട് കൊടുത്തപ്പോഴത്തേക്ക് പറഞ്ഞ്, അയ്യോ ലേഖ, എനിക്ക് ഇങ്ങനല്ലായിരുന്നു വേണ്ടത്, നമുക്കിതൊന്ന് മാറ്റാമോ, എനിക്ക് ആ ഒരു റൈറ്റിങ്സ് നമ്മൾ ആ ഒരു കാണിച്ച് അതേപോലെ കിട്ടാനായിരുന്നു ഉദ്ദേശിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു അതൊക്കെ ഫോട്ടോ പ്രിൻ്റ് ആയിരിക്കും, നമുക്ക് അതേണക്ക് റൈറ്റ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം പറഞ്ഞു എങ്ങനെയെങ്കിലും എനിക്കൊന്ന് ചേഞ്ച് ചെയ്ത് തരുമോ ഈ ഡിസൈൻ എന്ന് ചോദിച്ചു. അങ്ങനെ പുള്ളി വന്ന് എടുക്കാനുള്ള ടൈമും ഓൾമോസ്റ്റ് റീച്ച് ആയിട്ടുണ്ട് കേട്ടോ. നമുക്കൊരു 1.5 hours ആ ഒരു ടൈം ലെഫ്റ്റ് ആയിട്ടുള്ള സമയത്താണ് കേട്ടോ പുള്ളി ഇത് പറയുന്നത്. അങ്ങനെ പെട്ടെന്ന് തന്നെ പുള്ളി ഒരു സിമ്പിൾ ആയിട്ടുള്ളൊരു മോഡൽ കാണിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ഒന്ന് ചെയ്യാമോ എന്ന് ചോദിച്ചു കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു ചെയ്യാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ പെട്ടെന്ന് ആ കേക്ക് എല്ലാം, സത്യം പറയാലോ ആ ക്രീമെല്ലാം എടുത്ത് കളയുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമാട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് എഫേർട്ട് എടുത്ത് ചെയ്യുന്ന ഓരോ ഡിസൈനും കേട്ടോ. അപ്പോൾ പിന്നെ കസ്റ്റമർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ അതിനകത്ത് വേറെ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ തന്നെ നമ്മളെല്ലാം ഫുള്ളി ചേഞ്ച് ചെയ്ത് തണ്ട ആ പുള്ളിക്കാരൻ തന്ന ഡിസൈൻ ഇതായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻ ഏതാണെന്ന് എന്തായാലും കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ കേട്ടോ. അപ്പോൾ എനിക്ക് വർക്ക് എഫേർട്ട് കൂടുതലുള്ളത് ആ ഒരു റെഡ് ആൻഡ് ഓഫ് വൈറ്റ് ഷെയ്ഡായിട്ടുള്ള ആദ്യത്തെ ഡിസൈൻ ആയിരുന്നു വർക്ക് എഫേർട്ട് ഉള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻ എന്തായാലും അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അതേപോലെ നമ്മളെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്ത് ആരും കാണരുത്, എനിക്ക് മാക്സിമം സപ്പോർട്ട് തരണം കേട്ടോ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയുള്ള വിശേഷം. നമുക്ക് മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ.